സർക്കാർ അധികാരമേറ്റപ്പോൾ ഓരോ വകുപ്പിലും വൻ സാമ്പത്തിക ബാധ്യതയുടെ കണക്കുകളാണ് പുറത്തുവരുന്നത്. ഖജനാവ് കട്ടുമുടിച്ച നേതാക്കളും ഓരോ മേഖലയും അങ്ങേയറ്റം കുഴിതോണ്ടിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ആരോഗ്യ വകുപ്പിന്റെ കാര്യങ്ങളാണ്. ആരോഗ്യ വകുപ്പ് കയ്യിൽ കിട്ടുമ്പോൾ വൻ സാമ്പത്തിക ബാധ്യതയാണ് ഉള്ളതെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. മരുന്നു കമ്പനികൾക്ക് കോടികൾ കുടിശ്ശിക നൽകാനുണ്ട്. കാരുണ്യ സുരക്ഷാ പദ്ധതിയിൽ മാത്രം 2017 കോടി രൂപയാണ് നൽകാനുള്ളതെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. സാമ്പത്തിക കുടിശ്ശിക ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ ലഭ്യതയെ പോലും ബാധിക്കുന്നുണ്ട്. പലപ്പോഴും സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയ വൈകാൻ കാരണവും ഇതുതന്നെയാണ്. മരുന്ന് കമ്പനികൾക്ക് 476 കോടി രൂപയാണ് നൽകാനുള്ളതെന്നും വ്യക്തമാക്കി. കോഴിക്കോട് ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച കായകൽപ്പം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വായിക്കുമെന്ന സംശയം കൊണ്ടാവാം ചിലർ കായകൽപ്പം പരിപാടിയിൽ വരാതിരുന്നത്. ഈ വകുപ്പിനെ നേരെയാക്കിയെടുക്കണം. അതിന് എല്ലാ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസിപ്പിക്കാൻ സ്ഥലമില്ല. ചിലരുടെ വാശിയുടെ ഫലമാണിത്. അവിടെയുള്ള അസൗകര്യങ്ങൾ കാരണം രോഗികൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരേണ്ടി വരുന്നു. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസിപ്പിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്തും. ആശുപത്രികളുടെ ഫിറ്റ്നസ് വർദ്ധിപ്പിക്കും. മെഡിക്കൽ കോളേജിൽ രോഗികളെ നിലത്ത് കിടത്തുന്ന സാഹചര്യം മാറ്റണമെന്നും ഭരണപരമായ മാറ്റങ്ങളുടെ ഭാഗമായി സ്ഥലം മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹം. അതിനെ രാഷ്ട്രീയ മാറ്റങ്ങളായി ആരും കാണരുത്. വകുപ്പിനെ നേരെയാക്കാൻ എല്ലാവരും സഹകരിക്കണം. 2017 പാലക്കാടാണ് ഷിഗല്ല ഉത്ഭവം ഉണ്ടായത്. എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യുന്നു. മരണവും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടണം. തദ്ദേശ സ്ഥാപനങ്ങൾ ശുചീകരണത്തിൽ ശ്രദ്ധ പുലർത്തണമെന്നും മുരളീധരൻ പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുമെന്നുള്ളത് UDF സർക്കാരിന്റെ നയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണെന്നും അതിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുമെന്നും മെഡിക്കൽ കോളേജുകളിൽ സന്ദർശനം നടത്തുമെന്നും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുന്നത് ഞങ്ങളുടെ നയം. അതിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കില്ല. തിരുവനന്തപുരം ഹരിപ്പാട് മെഡിക്കൽ കോളേജുകൾ നിർമ്മിക്കും. ബാക്കിയുള്ള മെഡിക്കൽ കോളേജുകൾ നിലവിലുള്ള സൗകര്യങ്ങൾ വിപുലമാക്കും. ഡോക്ടർ ഹാരിസിന്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളും. മെഡിക്കൽ കോളേജുകൾ സന്ദർശിക്കും. രോഗികളുടെ പരാതി കേൾക്കും. ഡോക്ടർമാരുടെ തസ്തികകൾ വർദ്ധിപ്പിക്കും. പത്തനംതിട്ട കോഴഞ്ചേരിയിൽ ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് സംബന്ധിച്ച റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്നും അതിൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. പകർച്ചവ്യാധി പ്രതിരോധ നടപടികൾക്കുള്ള യോഗം ചേർന്നുവെന്നും രോഗികൾക്കായി ആശുപത്രിയിൽ കൂടുതൽ കിടക്കകൾ ഒരുക്കുമെന്നും വ്യക്തമാക്കി. എല്ലാ ആശുപത്രികളിലും കൃത്യമായി സേവനം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മരുന്ന് ലഭ്യത ഉറപ്പുവരുത്താനും പറഞ്ഞിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനവും ഇതിൽ ആവശ്യമാണ്. വൃത്തിയില്ലാത്ത സാഹചര്യം രോഗങ്ങൾ ഉണ്ടാകും. തദ്ദേശ സ്ഥാപനങ്ങളുമായി വൈകാതെ ഒരു യോഗം ചേരുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. എബോള സംബന്ധിച്ച് സംസ്ഥാനത്ത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ എബോള സ്ഥിരീകരിച്ചിട്ടില്ല. വിദേശത്തു നിന്നെത്തുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ചാൽ അങ്ങനെയുള്ളവർക്കായി ഐസൊലേഷൻ വാർഡുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വിദേശത്തു നിന്നെത്തുന്നവർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ DMOയെ അറിയിക്കണം. IAS തലപ്പത്തെ അഴിച്ചുപണിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് തന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ മറുപടി. എന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.